ഹലോ ഫ്രണ്ട്സ്, അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസണിൽ ഓരോ സീസണും കഴിയുമ്പോഴും അതിൽ നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻസ് സീസൺ 6 ജോൺ മണി ദാസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അവരതിനകത്ത് വന്നിട്ട് ശരിക്കും ജെന്യൂൻ ആയിട്ടാണ് അവർ അതിനകത്ത് നിന്നതെന്നാണ് എല്ലാവർക്കും തോന്നിയത്. അതിനകത്ത് നിന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ജാൻമണിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഒരുപാട് ശപിക്കുന്നു, അവർ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് വളരെയധികം ശാപവാക്കുകൾ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളൊക്കെ ജാൻമണിക്കെതിരെ ഇറങ്ങിയിരുന്നു. അപ്പം ജാൻമണി ശരിക്കും ജെന്യൂൻ ആയിട്ടാണ് നിന്നത്. നീ നശിച്ചു പോട്ടടി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നോറയുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ജാൻമണിയായിട്ട് ഉണ്ടായിരുന്നത്. എന്നാലും ജാൻമണിയുടെ റീൽസൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ജാൻമണി ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ്. ബിഗ് ബോസിൽ ജാൻമണിയുടെ പേര് ആരും മറന്നു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വളരെ കുറച്ച് കണ്ടസ്റ്റൻസ് നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ജാൻമണി. ഇപ്പൊ ജാൻമണിയുടെ കാര്യം പറയാൻ എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 വിന്നറാണ് അനുമോള്. ഒരുപാട് വിമർശനങ്ങൾ അനുമോൾക്കെതിരെ വരുന്നുണ്ട്. അനുമോള് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല, വിന്നറാവേണ്ട യാതൊരു യോഗ്യതയും അനുമോൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനപ്പുറം ഒരുപാട് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് മുഴുവൻ അനുമോൾക്ക് എതിരാണ്. ഇതേപോലെ തന്നെയാണ് ഇതിന് മുൻപ് വന്നുള്ള കണ്ടസ്റ്റൻസ്, ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ടും അനുമോൾക്ക് എതിരെ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വളരെയധികം അനുമോൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ, പ്രധാനപ്പെട്ട വ്യക്തികളാണ് നമ്മുടെ അഖിൽ മാരാര്, അതുപോലെ തന്നെ ഇപ്പം ജാൻമണിയൊക്കെ. അപ്പോൾ ജാൻമണിയുടെ ഒരു അഭിപ്രായത്തിൽ ജാൻമണി പറയുന്നത് എന്ന് വെച്ചാൽ അനുമോള് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ അതിനകത്ത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോള് കഷ്ടപ്പെടുകയും അനുമോളെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അനുമോള് ജയിക്കട്ടെ എന്ന് തന്നെയാണ് തോന്നിയത്. പിന്നെ ഒരു പി ആറിന്റെ പിൻബലത്തോട് കൂടിയിട്ട് ഒരു കണ്ടസ്റ്റന്റിന് പോലും അതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ജാൻമണി എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ജാൻമണിക്ക് അറിയാം അതിനകത്ത് നമ്മൾ പി ആർ കൊടുത്തു നിന്നാലും നമ്മൾ ജെനുവിനായിട്ട് നിന്നാലും ആണോ കൂടുതൽ വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുക. അങ്ങനെ ജാൻമണിയെ പോലുള്ള ഒരു കണ്ടസ്റ്റൻസ് നല്ല പോലെ അറിയാം. അപ്പൊ ജാൻമണി പറയുന്നത് പി ആറിന്റെ ബലത്തോട് കൂടി മാത്രം ഒരാൾക്ക് അതിനകത്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം. ആ കണ്ടന്റ് കൊടുക്കുന്നതിൽ അനുമോള് വളരെയധികം മുന്നിലായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റന്റിനെ അപേക്ഷിച്ചിട്ട് എന്നാണ് ജാൻമണി പറയുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്നാണ് ജാൻമണി പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിച്ചാൽ തന്നെ അല്ലേ. നമ്മൾ കാണുന്നത് എന്താണ്, അനുമോള് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ആരും പറഞ്ഞില്ല അനുമോള് ഭയങ്കര നല്ല ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ചെയ്തുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. അവർ ചെയ്തതിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ട്, കുറേ പോസിറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ഒക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ സാധാരണ ഒരു വുമൺ എന്ന രീതിയിൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസും എടുത്തിരുന്നെങ്കിൽ ഇത്ര വിമർശനം വരില്ലായിരുന്നു. കാരണം എന്നറിയോ, അനുമോൾ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇവർ തെറ്റായിട്ട് പുറത്തേക്ക് വിടുന്നത്. ഇന്റർവ്യൂലായിക്കോട്ടെ, അവർ തമ്മിലുള്ള ലൈവ് ഷോയിലായിക്കോട്ടെ, എന്തിനു വരുമ്പോൾ അനുമോൾ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റും നെഗറ്റീവും, മറ്റുള്ള ആൾക്കാർ ചെയ്തത് എല്ലാം തന്നെ അവരുടെ സ്ട്രാറ്റജിയും ഗെയിമുമായിരുന്നു. പ്രത്യേകിച്ച് അനീഷ് ഒക്കെ ചെയ്തത് അവരുടെ ഗെയിമും സ്ട്രാറ്റജിയുമായിട്ട് ഇവരെല്ലാവരും കരുതുമ്പോൾ അനുമോൾ ചെയ്തത് മാത്രമാണ് നെഗറ്റിവിറ്റിയും വളരെയധികം മോശപ്പെട്ട കാര്യമായിട്ട് ഇവർ ചിത്രിക്കുന്നത്. അവിടെയാണ് ഈ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഒക്കെ നമുക്ക് തോന്നുന്നത്. ആ ഒരു കാര്യത്തിൽ ജാൻമണി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് കൊടുക്കണം. കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ്, അനുമോളാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്ന്. അപ്പം അനുമോൾ ജയിക്കുക തന്നെ വേണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം ഒത്തിരി ആൾക്കാർ അതിനകത്ത് വന്ന ഒരു കണ്ടസ്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ മാത്രം ബുള്ളി ചെയ്യുന്നു, അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ജാൻമണിക്ക് വിഷമമായെന്നാണ് ജാൻമണി പറഞ്ഞത്. അല്ലാതെ ഒരു പി ആറിന്റെ പിൻബലത്തോടു കൂടി ഒരാൾക്ക് ജയിക്കാനൊന്നും പറ്റില്ല എന്നാണ് ജാൻമണി പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജാൻമണിയുടെ അഭിപ്രായം എന്താണ്, ജാൻമണി എങ്ങനെയാണ് പ്രതികരിച്ചതെന്നൊക്കെയാണ് നമുക്കൊന്ന് കാണാം. ഐ ആം റിയലി ഹാപ്പി. കാരണം എത്ര കഷ്ടപ്പെട്ട് അനുമോൾ എൻ്റെ മൊമെന്റ് എൻ്റെ മനസ്സിലുണ്ട് ജയിക്കട്ടെ. കാരണം ഈ വാക്ക് നോടാ പറഞ്ഞേ, ജയിക്കണമെന്നുണ്ടെങ്കിൽ ജയിക്കട്ടെ, അനുമോൾ ജയിക്കട്ടെ. സോ ഡിഡ് ഹാർഡ് വർക്ക് അല്ലേ. എല്ലാവരും ഒരു സൈഡില്, അവളെ ഒരു സൈഡില്. പക്ഷെ അവളെ അങ്ങനെ ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ നോ ലെറ്റ് ഹാർ ഓൾസോ നോ. എല്ലാം പക്ഷം ആണുങ്ങൾക്ക് മാത്രം കിട്ടണം അങ്ങനെ ഒരു റൂൾ റെഗുലേഷൻ ഇല്ലല്ലോ. പിന്നെ ലാലേട്ടന് ഡിസിഷൻ, ബിഗ് ബോസിന്റെ ഡിസിഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി, കാരണം ഓരോ ആള് ഇപ്പോ വോട്ട് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ പി ആർ പറയുന്നുണ്ടെങ്കിൽ പി ആർ അത്ര പോലും ചെയ്യാൻ പറ്റും. പി ആർ പുറത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആള് എന്തെങ്കിലും ചെയ്യണം.
ചുമ്മാ അവിടെ ഇരിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലേ പറഞ്ഞേ? കാരണം അനുമോൾക്ക് ഇപ്പൊ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, സി ഈസ് എ ഗുഡ് ഗെയിമർ. അതെ, ദാറ്റ് ഈസ് ദ റീസൺ സി ഈസ് എ വിന്നർ. കറക്റ്റ് അല്ലേ? അതെ. ജാൻമണി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അനുമോള് ബിഗ് ബോസ് സീസണിന്റെ ആ ഒരു ഹൗസിനകത്ത് പോയിട്ട് അവർ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് ഇപ്പൊ ഇയാളും കൊടുത്തൊന്നും പറഞ്ഞ് വെറുതെ കൈ കെട്ടി ഇരുന്ന അവർക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാവൂല, അവർക്ക് വോട്ടും കിട്ടില്ല. അവര് അതിനകത്ത് കുറെ കണ്ടന്റ് കൊടുത്തു, അവരത് ചെയ്തു. അതാണ് അനുമോള് ജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്നാണ് ജാൻമണി പറഞ്ഞത് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. PR കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൈകെട്ടി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനകത്ത് കളിക്കണം, അതിനകത്ത് കണ്ടന്റ് കൊടുക്കണം. ഷാനവാസ് ഒക്കെ പറഞ്ഞ പോലെ അനുമോള് കൊടുത്ത കണ്ടന്റ് എന്താണെന്ന് എനിക്കറിയില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞത്. അനീഷാണെങ്കിൽ വാരി കോരി കണ്ടന്റ് കൊടുക്കായിരുന്നു എന്നാണ് ഷാനവാസ് ഒക്കെ പറഞ്ഞത്. ഷാനവാസ് പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വലിയൊരു മണ്ടത്തരാണ് പറഞ്ഞത്. ഇതിന് അകത്തുനിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു എപ്പിസോഡ് പോലും ബിഗ് ബോസിന്റെ ഷാനവാസ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു എപ്പിസോഡ് പോലും കാണാത്ത ഷാനവാസ് എങ്ങനെയാണ് അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്? അപ്പൊ എല്ലാവർക്കും തോന്നും ഷാനവാസ് അതിനകത്ത് നിന്ന ആളല്ലേ, അപ്പോൾ ഷാനവാസും അനുമോളും 100 ദിവസം അതിനകത്ത് നിന്നുകൊണ്ട് ഷാനവാസിന് കൂടുതലും അനുമോൾ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാൻ പറ്റില്ല. അത് തെറ്റാണ്. കാരണം നമ്മൾ പ്രേക്ഷകർ കാണുന്നത് എത്രയോ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പൊ ഷാനവാസ് എവിടെയോ ആ ഹൗസിന് വേറെ എവിടെയോ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും അനുമോള് വേറൊരു സ്ഥലത്തൊരു കണ്ടന്റ് കൊടുക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഷാനവാസ് കാണണമെന്നില്ല. ഷാനവാസ് അത് അറിയുന്നത് ചിലപ്പോൾ വേറൊരു കണ്ടസ്റ്റന്റ് മറ്റൊരു തലത്തിൽ പറഞ്ഞ് ഷാനവാസിന് കൊടുക്കുന്നതായിരിക്കാം. അതിന് ശരിയേത് തെറ്റേതെന്നൊന്നും ഷാനവാസിന് അറിയണമെന്നില്ല. പക്ഷെ പ്രേക്ഷകരായി നമ്മൾ കാണുന്നത് പല ക്യാമറകളിൽ നിന്നും ഒപ്പിയെടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അനുമോൾ കളിച്ചിട്ടുള്ളത്, എന്തൊക്കെ കണ്ടന്റുകളാണ് അനുമോൾ കൊടുത്തിട്ടുള്ളത്, നമുക്ക് പ്രേക്ഷകർക്കാണ് ഷാനവാസിനെ കൂടുതൽ അറിയുന്നത്. ഷാനവാസ് എന്തായാലും ഇപ്പൊ ലൈവ് ഒന്നും കാണാൻ പറ്റില്ല. ഷാനവാസ് അതിനകത്ത് പുറത്തു വന്നതിന് ശേഷം എല്ലാ എപ്പിസോഡുകളും ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അനീഷ് എന്തൊക്കെ കണ്ടന്റ് കൊടുത്തു, അതുപോലെ അനുമോൾ എന്തൊക്കെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അനീഷിന്റെ ഗെയിം ഒരേ ലെവലിലാണ് പോയിരുന്നത്, അനുമോള് പല തരത്തിൽ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഷാനവാസ് തീർച്ചയായിട്ടും ആ ഒരു എപ്പിസോഡ് കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ജാൻമണി പറഞ്ഞത് തന്നെ, വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം. അത് കണ്ടന്റ് കൊടുക്കുന്നതിൽ അനുമോള് 100% വിജയിച്ചു. അത് തന്നെയാണ് അവർ വിജയിക്കാനുള്ള പ്രധാന കാരണം എന്നാണ് ജാൻമണി ദാസ് പറയുന്നത്. അനുമോളുടെ പ്രേക്ഷക പ്രീതിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോൾ കുറച്ച് വർഷങ്ങളായിട്ട് പല പരിപാടികൾ, കോമഡി, സീരിയൽ, അങ്ങനെ ഒരുപാട് പരിപാടികളിലൂടെയൊക്കെ പ്രേക്ഷകരെ മുന്നിലെത്തുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. പല നടികൾ ഇപ്പോൾ ടോപ്പായിട്ട് ഒരുപാട് ഹിറ്റ് അടിച്ചിട്ടുള്ള സീരിയലിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് സീരിയൽ നായികമാരുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞാൽ നായികയായിട്ട് വളരെ കുറച്ച് അഭിനയിച്ചുള്ളൂ. പക്ഷെ ഒരുപാട് വലിയ സീരിയലിലൊക്കെ നായികമാരായിട്ട് വന്നിട്ടുള്ള നടിമാരൊക്കെ ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റന്റ് വന്നു. പക്ഷെ അട്ടർ ഫ്ലോപ്പായിരുന്നു. ഒരുപാട് നെഗറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷെ അനുമോളുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അവരൊരു സീരിയലിലെ ഒരു ആക്ട്രസ് ആയ പോലും ആരും തന്നെ വെറുപ്പിക്കാത്ത ഒരു വ്യക്തിയാണ്. പുറത്തു നിന്ന സമയത്ത് വെറുപ്പിച്ചിട്ട് ഇതിനകത്ത് വന്നപ്പോഴും അവർ വെറുപ്പിച്ചില്ല, അവർ ജെന്യൂനായിട്ട് നിന്നു എന്നാണ്. അതാണ് ജനങ്ങളുടെ പ്രേക്ഷക പിന്തുണ അവരുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു വെൽ നോൺ ഫേസ് ആണ് അനുമോളുടെ എന്നാണ് ജാൻമണി പറഞ്ഞത്. ശരിയല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു നടിയാണ്. പക്ഷെ ഈ നടി അതിനകത്ത് പോയിട്ട് അവരെ കൂതറ സ്വഭാവമാണ് എടുത്തില്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും. അതാണ് ബിഗ് ബോസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് പുറത്ത് വരെ അവർക്ക് ഒരുപാട് പിന്തുണ ഉണ്ടായ ഒരു നായകനോ നായിക ആര് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവര് ഇതിനകത്ത് വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അനുസരിച്ചാണ് പ്രേക്ഷക പിന്തുണ കിട്ടുന്നത്. ആ ഒരു കാര്യത്തിൽ അനുമോള് 100% വിജയിച്ചു. അതുകൊണ്ടാണല്ലോ അനുമോള് വിന്നറായിരിക്കുന്നത്. അനുമോള് ജെന്യുവനായിട്ട് നിന്നു. അനുമോള് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു കണ്ടന്റായി പോയി. അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. വെറുപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ആയിരുന്നെങ്കിൽ ജനങ്ങൾ അപ്പം തന്നെ എടുത്ത് പുറത്തെറിഞ്ഞാൽ. കാരണം അത് വോട്ടൊന്നും കൊടുക്കില്ല. പിന്നെ അപ്പോഴാണ് PR മാത്രം ആണ് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന് പറയുകയാണെങ്കിൽ എത്ര വോട്ട് ഒരു PR ചെയ്യാൻ പറ്റും അല്ലെ? PR അത്രയും വോട്ടൊന്നും ചെയ്ത് ഒരാൾ വിജയിപ്പിക്കാനൊന്നും പറ്റില്ല. ഇത്രയും വലിയൊരു ഷോയില് PR ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിക്കാനൊന്നും പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനുമോളുടെ ഒരു കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അനുമോൾക്ക് അത്രയും കണ്ടന്റുകൾ കൊടുത്തത്. ആര് ഇന്റർവ്യൂ എടുത്താലും അവിടെ അനുമോളുടെ ഒരു പേര് ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ പോലും ഇല്ല. ഏതൊരു കണ്ടസ്റ്റന്റിന്, ഇപ്പൊ ഇതിനകത്ത് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ,
പുറമെയുള്ള സീരിയൽ നടന്മാർ നടികൾ ആരും ഇന്റർവ്യൂ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുക ഉടനെ അനുമോളുടെ കാര്യം ചോദിക്കുന്നു, അനുമോളെ കുറിച്ച് പറയുന്നു. അവിടെയാണ് അനുമോളുടെ സക്സസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നേടിയിട്ടുള്ളത് എല്ലാവരും പറയുന്നു അനീഷ് എന്നൊക്കെ കുറെ ആൾക്കാർ തീർച്ചയായും തെറ്റാണ് അത് അനുമോൾ തന്നെയാണ്. അതുകൊണ്ടാണ് അനുമോളുടെ പേര് വരുന്നത്. എല്ലാവരും പറയുന്നത് അനീഷ് കളി എന്ത് കളിയാണ് അനീഷ് കളിച്ചിട്ടുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത്. അനീഷ് എന്ത് കണ്ടന്റാണ് അതിന് കൊടുത്തിട്ടുള്ളത്? ഉറങ്ങിക്കെടുക്കുന്നത് ഞാൻ കണ്ടു, പാത്രം കഴുകട പാത്രം, ഇതൊക്കെയാണോ കണ്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അനീഷ്? അതല്ലാതെ ആ അഞ്ജനയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അഞ്ജന പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ കുറെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് സ്ത്രീകൾ സമൂഹത്തിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അയാൾക്ക് വിരുദ്ധമായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ബിഗ് ബോസിനകത്ത് കൊണ്ടുവന്ന് അയാൾക്കത് സമർത്ഥിക്കാനും തെളിയിക്കാനും അയാളുടെ അഭിപ്രായത്തിനോട് ജനങ്ങളെ അടുപ്പിക്കാനും സാധിച്ചെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആണെന്ന് നമുക്ക് പറയാം. അതൊരു നല്ലൊരു കോമണറാണ്. അത് ഒരുപാട് കണ്ടന്റ് കൊടുത്താൽ അങ്ങനെ പറയാം. ഇതൊന്നുമില്ല, ഉറങ്ങി കിടക്കുന്ന കുറേ ആൾക്കാരെ എടുത്തിട്ട് ഉണർത്താൻ ശ്രമിക്കുന്നു, പാത്രം കഴുകാനായിട്ട് നിർബന്ധിക്കുന്നു. അല്ലാണ്ട് ഷാനവാസിനോട് ഭയങ്കര സൗഹൃദം ചിലപ്പോൾ പറയുന്നു, ഷാനവാസ് പുറകിൽ നിന്ന് ചിലപ്പോൾ കുത്തുന്നു. ഇതൊക്കെയാണോ അയാളുടെ കണ്ടന്റ് എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായത് നല്ലൊരു ഗെയിമറാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. നേരെ മറിച്ച് അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് അനുമോള് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാവുന്ന കാര്യങ്ങളുള്ള പല കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞത് ഒരു ഭയങ്കര പ്രോഗ്രസീവ് തോട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് എല്ലാവരും പറയുന്നു. ആ പ്രോഗ്രസീവ് തോട്ടുള്ള ഒരു പരിപാടിക്ക് അകത്ത് വന്നിട്ടാണ് അനുമോള് പറയുന്നത് പുതപ്പ് മൂടിക്കിടന്ന് അതിനകത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടി അത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നത്. അതൊരു ഗഡ്സ് വേണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഷോയില് ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന കാര്യം ഉറപ്പാണ്, ലാലേട്ടൻ വന്ന് കൊടയെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അനുമോൾ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റ ലെവലിലാണ് നിന്നിട്ടുള്ളത്, ഒരേ ലെവലിലാണ് നിന്നുള്ളത്. കുറേ കഴിയുമ്പോൾ അതായത് ഇപ്പോൾ ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും കുറെ കഴിയുമ്പോൾ അവരെ സ്ട്രാറ്റജി ഒക്കെ മാറ്റി അവർ ഭയങ്കര കൂളായിട്ട് ജെന്റിൽമാൻ ആയിട്ട് മാറി. അതുവരെ ഷാനവാസ് എടി പോടി അങ്ങനെ പറഞ്ഞിരുന്ന വ്യക്തി, അല്ലെ അനീഷ് സ്ട്രിക്റ്റ് ആയിട്ടും എല്ലാവരും കണ്ടത് മുഴുവൻ വിളിച്ച് പറഞ്ഞ് റിപ്പീറ്റ് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു വ്യക്തി പിന്നീട് അവസാനമായപ്പോഴേക്കും ഭയങ്കര മര്യാദരാമനായി, കാമൻ ക്വൈറ്റായി. അതൊക്കെയാണ് അവരുടെ ഒരു സ്റ്റൈൽ. അനുമോളാണെങ്കിൽ ആദ്യം മുതലേ തന്നെ എങ്ങനെയാണോ നിന്നത്, എല്ലാവരുമായിട്ടും ഭയങ്കര കരയേണ്ടവർക്ക് കരയുന്നു, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നിടത്ത് വഴക്കടിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഭയങ്കരമായിട്ട് ജോളിയായിട്ട് അവരായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ചിലപ്പോൾ വഴക്കൂടുന്ന സമയത്ത് വഴക്കൂടുന്നു. ഇങ്ങനെയാണ് നമ്മൾ അനുമോൾ അതിനകത്ത് ത്രൂ ഔട്ട് കണ്ടുള്ളത്. അതെന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അനുമോൾക്ക് സാധിച്ചു എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് സസ്റ്റൈനഡ് അല്ലെങ്കിൽ ഒരു പോലെ നിന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അതാണ് അനുമോൾ മാത്രമേ ഉള്ളൂ. അനീഷിന്റെ ഗെയിം പ്ലാൻ മാറ്റി എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. ആ ഗെയിം പ്ലാൻ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടത്? മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ എല്ലാവരും പിന്തുണ കുറെ കിട്ടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അത് റീ എൻട്രി വന്നപ്പോൾ അനീഷ് തോന്നി, എനിക്കെന്തോ സപ്പോർട്ടൊക്കെ ഉണ്ട് പുറത്ത്, അതുകൊണ്ട് ഞാൻ ഈ ലെവലിൽ നിന്നാൽ മതി, അനുമോള് നെഗറ്റീവ് ആയിക്കോട്ടെ, അപ്പൊ അനുമോൾക്ക് കുറെ വോട്ട് കുറഞ്ഞു കിട്ടും, ഞാൻ ജയിക്കുന്ന ഒരു കള്ള ചിന്തയാണ് അനീഷിനും ഷാനവാസിനും അവസാനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു ഗതികേട് വന്നിട്ടുള്ളത്. അനുമോള് ജെനുവിനായിട്ട് നിന്നു, എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്തു പോകാൻ വരെ തയ്യാറാണെന്നുള്ള രീതിയിലാണ് അനുമോള് നിന്നത്. അതാണ് അനുമോളുടെ സക്സസും. ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിയപ്പോൾ അനുമോൾ കുറച്ചുകൂടെ ജെനുവിനായിട്ട് ആൾക്കാർക്ക് തോന്നി എന്നതുകൊണ്ടാണ് വോട്ട് കൂമ്പാരമായിട്ട് വന്നത്. അപ്പം എല്ലാവരും പറയും ലാസ്റ്റ് ഈ കണ്ടസ്റ്റൻസ് വന്നിട്ട് അനുമോളെ ഒറ്റപ്പെടുത്തി, ആ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്തുകൊണ്ടാണ് ജയിച്ചത്. ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയിൽ ഒറ്റപ്പെടുന്ന സമയത്ത് അനുമോള് മൗനമായിട്ടും സ്ട്രോങ് ആയിട്ട് നിന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ബിൻസി പറയുന്നതിനും അപ്പാനി പറയുന്നതിനും ശൈത്യ പറയുന്നതിനും ഒപ്പത്തിനൊപ്പം വഴക്കടിച്ചൊരു വഴക്കാളിയായിട്ട് അതിനകത്ത് നിന്നിരുന്നെങ്കിൽ എന്തായാലും അനുമോൾക്ക് സപ്പോർട്ട് ഇത്രയും കിട്ടില്ലായിരുന്നു. എല്ലാവരും ഇത് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇത് കച്ചറ പെണ്ണുങ്ങളെന്നേ പറയുള്ളൂ അല്ലേ, അനുമോൾക്ക് അതിന് മോശം പറ്റും. ഇതിപ്പോൾ ബിൻസി മുഴുവൻ പറഞ്ഞിട്ട് ബിൻസിക്ക് തന്നെയാണ് ഇത് മോശം, അതായത് ശൈത്യക്ക് മാത്രമാണ് ഈ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. അനുമോളവിടെ മൗനമായി നിന്നുകൊണ്ട് അനുമോളുടെ അടുത്ത് ആരും എടുക്കുന്നില്ല, കാരണം അനുമോൾ അവിടെ അവരൊരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തു എന്നുള്ളതാണ് ഉണ്ടായത്. അപ്പൊ അനുമോളുടെ ഒരു ഗെയിം അവിടെ സക്സസ്ഫുൾ ആയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ജാൻമണി പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും വെൽ നോൺ ഫേസ് ആയിട്ടുള്ള ഒരു വ്യക്തി അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് അനുമോൾക്ക് വളരെയധികം ഈ ഒരു ഗെയിം ജയിക്കാനായിട്ട് പിന്തുണയായി, അത് നല്ലൊരു ഘടകമായി മാറി എന്നാണ് ജാൻമണി പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അനുമോൾക്ക് എല്ലാം പെണ്ണുങ്ങൾ ഈ അനുമോൾ ജയിക്കുന്ന മെയിൻ കാരണം പെണ്ണുങ്ങൾക്ക് നല്ലൊരു സ്നേഹമുണ്ടോ, കാരണം അനുമോൾ വെൽ നോൺ ഫേസ് ആണ്, അവളെ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ് അല്ലേ, അറിയാം, എല്ലാവർക്കും അറിയാം. സോ വോട്ട് കിട്ടുന്ന വേണ്ടി അവൾക്ക് ജസ്റ്റ് ദിസ് മച്ച് ഓൺലി. സോ അവൾക്ക് കാലുകൈ പിടിച്ചിട്ടല്ല, കാരണം എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും.
ഒരു പ്രധാനമായിട്ട് ജാൻമിനിയോട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി വേദലക്ഷ്മി ആ ഈ റീ എൻട്രിക്ക് ശേഷം അനുമോളുടെ കൂടെ നിന്നു, അനുമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, എല്ലാവരും കൂടെ അത്രയധികം ബുള്ളി ചെയ്തു, വിഷമിപ്പിച്ചു, ഒറ്റപ്പെടുത്തി. അപ്പോഴൊക്കെ കൂടെ നിന്ന് രണ്ടുപേരും ഒരാളാണ് വേദലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പൊ ആ വേദലക്ഷ്മിയെ അത്രയും സപ്പോർട്ട് ചെയ്തു. കപ്പ് കിട്ടിയപ്പോൾ അനുമോളെ ഒരുപാട് സന്തോഷപൂർവ്വം കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഒപ്പം നിന്നു. അത് ബിഗ് ബോസ് തീർന്നതിന് ശേഷം കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് ലക്ഷ്മി അനീഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസിന്റെ ആൾക്കാരൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിനെ. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ അനീഷിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തിരുന്നത് ലക്ഷ്മി ആയിരുന്നു. അപ്പോൾ ലക്ഷ്മി അതിനകത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ അനുമോളെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ പറയുകയും ചെയ്യും. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ അനീഷിൻ്റെ കൂടെ നിന്നിട്ട് അനീഷിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ലക്ഷ്മി ശരിക്ക് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ജാൻമണി ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണല്ലോ അല്ലേ. അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ സെക്കൻഡ് ആയിട്ടുള്ള അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അനീഷ് ഡിസേർവിങ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എവിടെയാണ് ശരിക്ക് ലക്ഷ്മി നിൽക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്കൊരു സംശയം തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല. അയാളെ കുറ്റം പറയാതിരുന്നാൽ പോരെ. അതായത് അനുമോളെ കുറ്റം പറയാതിരുന്നാൽ പോരെ, അനീഷിനെ കുറ്റം പറയാതിരുന്നാൽ പോരെ. അപ്പം അത് അയാളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ജാൻമണിയുടെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ജാൻമണി. എനിക്ക് തോന്നുന്നത് ജാൻമണിക്ക് ഒന്നാമത് ലക്ഷ്മിയുടെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതായത് LGBTQ കമ്മിറ്റിയോടുള്ള ഒരു അപ്രോച്ച്, അത് എല്ലാവരും ബിഗ് ബോസിനകത്ത് വെച്ച് കണ്ടാണ്. പിന്നെ അവരുടെ അമ്മയും വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അതൊന്നും ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ആദില നൂറേനെ എന്താണ് പറഞ്ഞ വീട്ടിനകത്ത് കയറ്റില്ല. അതുപോലെ അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു സിറ്റ് ഔട്ടിൽ ഇരുത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിക്ക് അത് മോശമായിട്ട്, അവരുടെ കമ്മ്യൂണിറ്റിക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാരണം അവരുടെ കമ്മ്യൂണിറ്റികൾ 2 പെൺകുട്ടികളാണ്, അവർ ഇൻസൾട്ട് ചെയ്ത രീതിയിലാണ് ജാൻമണിയും കരുതിയിരിക്കുന്നത്. അപ്പോൾ ജാൻമണിക്ക് സ്വാഭാവികമായിട്ട് ലക്ഷ്മിയുടെ ഒരു എതിർപ്പുണ്ടാവും. അതുകൊണ്ടാണ് ജാൻമണി ലക്ഷ്മിക്ക് എതിരെ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ അനിമോളെ അവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ലക്ഷ്മിയായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഇനി ഞാൻ അനീഷിനെ കൂടുതലാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ലക്ഷ്മിയുടെ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആളിനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് തിങ്, കാരണം അവള് എനിക്ക് പേഴ്സണലി ആ ആൾക്ക് ഞാൻ പണ്ടേ കണ്ടിട്ടില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ 20 years ആയി, എനിക്ക് കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ആൾക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ആളുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് ദേഷ്യമാണ്. ഉള്ളിലേക്ക് പോയിട്ട് അനുമോൾക്ക് സപ്പോർട്ട്, പുറത്തേക്ക് വന്നിട്ട് അനീഷിക്ക് സപ്പോർട്ട്. വൈ they are winners? No, let them go and enjoy their moment. Why you are jumping on that? My question. അല്ലേ, നമുക്ക് അവരുടെ ബാക്കിൽ ഒരു കൊട പിടിച്ചിട്ട് പോകണ ആവശ്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ടു ഗെറ്റിംഗ് ദാറ്റ് പബ്ലിസിറ്റി, ക്യാമറ സ്പേസ് അവിടെ കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ട് കിട്ടുന്ന വേണ്ടിയാണ് ഓടുന്നത്. അത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 100 days താമസിക്കണ്ടേ? അത് വെരി ഡബിൾ സ്റ്റാൻഡേർഡ്. ഐ റിയലി ഡോണ്ട് ലൈക്ക് ദാറ്റ് ലേഡി. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ, ജാൻമണി നമുക്ക് എല്ലാവർക്കും അറിയാം ട്രാൻസ്ജെൻഡർ ആണ്. അതുപോലെ ആദില നൂറ എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പോൾ അവരൊക്കെ ഒരു കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ജാൻമണി ഇത്രയധികം അനുമോളെ സപ്പോർട്ട് ചെയ്യും, ആദില നൂറയെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും അവതാരകൻ ചോദിക്കുമ്പോൾ ജാൻമണിക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. അതായത് സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന നിർബന്ധമൊന്നും ഇല്ല. ജാൻമണിയുടെ വാക്കുകളിൽ എനിക്കതാണ് മനസ്സിലാവുന്നത് കേട്ടോ. അതായത് അനുമോള് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ആർട്ടിസ്റ്റാണ്, ജാൻമണി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു സീരിയലിലോ സിനിമയിലോ അല്ലെങ്കിൽ മോഡലിങ്ങിലോ ഒക്കെയുള്ള ആർട്ടിസ്റ്റുകളും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളോട് ഒരു നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആണ് ജാൻമണിക്കുള്ളത്. അത്രയും അറ്റാച്ച്മെൻറ്റ് സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള നൂറയോടും ആദിലോടും ജാൻമണിക്ക് ഇല്ല എന്നാണ് ജാൻമണി പറയുന്നത്. അത് ജാൻമണിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ ഈ കമ്മ്യൂണിറ്റി ആളായതുകൊണ്ട് ഞാൻ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള പിടിവാശി ഒന്നും നല്ലതല്ല. സത്യം പറയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. ജാൻമണിയുടെ ഭാഗത്ത് ആ ഒരു ന്യായമുണ്ട്. അപ്പോൾ ജാൻമണി അതിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ ആദില നൂറയും അവിടെ ഉണ്ടായിരുന്നു. അവരെക്കാൾ കൂടുതൽ ജാൻമോണിക്ക് ഇഷ്ടം അനുമോളയാണെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടായിരുന്നു? അതില നൂറൊക്കെ എനിക്ക് പേഴ്സണലി അതില നൂറയുടെ കൂടി അത്ര കണക്ഷൻ ആയിട്ടില്ല. ഞാൻ നേരത്തെ ഒരു ടൈം മാത്രം കണ്ടിട്ടുള്ളൂ. കാരണം അനുമോളിൽ നമ്മളെ ആർട്ടിസ്റ്റ് തന്നെ, നമ്മളിവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. നമ്മളെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു കണക്ഷൻ ഈ ഇൻഡസ്ട്രിയുടെ കൂടെ
ഏതാളുണ്ടെങ്കിലും ഇപ്പൊ അനുമോളുടെ സ്ഥലത്തിൽ വേറെ ഒരു ആളുണ്ടെങ്കിൽ നമുക്ക് ആ അറ്റാച്ച്മെന്റ് ഓട്ടോമാറ്റിക്കലി വരും. അറ്റാച്ച്മെന്റ് വരും. കാരണം നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നല്ലേ. സോ അത് നമുക്കുണ്ടാവും. ഞാൻ അതപ്പഴിലേക്ക് ഞാൻ അതിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ല. ദേ ആർ ഫ്രം മൈ കമ്മ്യൂണിറ്റി ആൻഡ് ദേ ഹാവ് ഡൺ വെരി ഗുഡ് ജോബ്. 100 days അവിടെ ഉണ്ടായി. സോ ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ദേ ആർ വെരി കേപ്പബിൾ. ഞാൻ ചെയ്യാൻ പറ്റില്ലാത്ത കുറേ കാര്യം ചെയ്ത് കാണിച്ചല്ലേ, അത്രേ ഉള്ളൂ. സോ അനുമോളിലേക്ക് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഫാമിലി ഇൻഡസ്ട്രി. ഇപ്പോൾ അപ്പൊ ജാൻമണിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജാൻമണി അനുമോളുടെ ഒരു കട്ട ഫാൻ എന്നാണ്. അനുമോൾ വിജയിക്കാൻ വേണ്ടി ജാൻമണി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ജാൻമണി വ്യക്തമാക്കുന്നുണ്ട്. ജാൻമണിയുടെ സ്നേഹം ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും അവരൊക്കെ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ആർട്ടിസ്റ്റുകളോട് ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടാകുന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നി. അതിപ്പോൾ നൂറയോടും ആദിലയോടും ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമായതുകൊണ്ട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നൊന്നും ജാൻമണി പറയുന്നില്ല. അതുകൊണ്ട് അവരെ കമ്മ്യൂണിറ്റിക്ക് ദേഷ്യം വരും അങ്ങനെ ഒന്നും ജാൻമണി വിചാരിക്കും. കാരണം ജാൻമണി ഭയങ്കര സ്ട്രോങ് ആണ്. അവർ ഫിനാൻഷ്യലി ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ജാൻമണിക്ക് അനുമോളോടുള്ളൊരു ഇഷ്ടം എങ്ങനെയായിരുന്നു എന്നും കൂടെ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ. ഞാൻ ഭയങ്കര ഹാപ്പി. അനു, ഐ ലവ് യു. ഡിഡ് ഇറ്റ് ഗേൾ.